ஹலோ எவ்ரிவன், வெல்கம் பேக் டு அவர் சேனல். இன்னைக்கு இந்த வீடியோவில் எதை பற்றி பார்க்க போகிறோம்னு சொல்லி பார்த்தீங்கன்னா, நம்ம ஃபகத் ஃபாசிலோட ஆவேச மூவியில் தான் வந்து பார்த்தீங்கன்னா சீன் 1 வந்து நம்ம ரியாக்ட் பண்ண போகிறோம். ஏற்கனவே வந்து பார்த்தீங்கன்னா கம்யூனிட்டி டேப்பில் வந்து பார்த்தீங்கன்னா நம்ம ஆவேச படம் வந்து நம்ம ரியாக்ட் பண்ணலாம் அப்படின்னு சொல்லிட்டு நான் போட்டிருந்தேன். கிட்டத்தட்ட வந்து பார்த்தீங்கன்னா ஒரு 15 பேர் தான் வந்து பார்த்தீங்கன்னா லைக் பண்ணி பண்ணலாம் அப்படிங்கிற மாதிரி வந்து சொல்லியிருந்தாங்க. ஏற்கனவே வந்து பார்த்தீங்கன்னா நம்ம ஃபகத் ஃபாசிலுக்கு வந்து பார்த்தீங்கன்னா பர்த்டே மேஷப் வந்து பார்த்தீங்கன்னா ஆகஸ்ட் 8ஆம் தேதி வந்து நம்ம அப்லோட் பண்ணியிருக்கோம். பார்க்காதவங்க கண்டிப்பாக விசிட் பண்ணி பாருங்க. நம்ம நடிப்பு அரக்கன் வந்து பார்த்தீங்கன்னா ஆவேச மூவியில் வந்து பார்த்தீங்கன்னா எப்படி நடிச்சிருக்காரு அப்படின்னு சொல்லிட்டு நம்ம ரியாக்ட் பண்ணுவோம். ஓகே, நம்ம வீடியோக்குள்ள போய் பார்த்துட்டு அதுக்கப்புறம் அதை பற்றி பேசுவோம். வீடியோக்குள்ள போகிறதுக்கு முன்னாடி நீங்கள் என்னையா நம்ம சேனல் வந்து சப்ஸ்கிரைப் பண்ணலாம், கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்க. மறக்காம இந்த வீடியோக்கு ஒரு லைக் பண்ணுங்க. இப்போ வாங்க வீடியோக்குள்ள போகலாம். പഠിച്ചിട്ട് ഇതുപോലെ തരണം ഉണ്ടാക്കിയാൽ മതി കേട്ടാ. ശരിയമ്മ. എന്റെ ഫ്രണ്ടാ അങ്ങോട്ട്. നമസ്കാരം. അത് ഞങ്ങള് കലോത്സവത്തിന് ആലപ്പുഴ ഷാരോന്റെ വീട്ടിൽ പോയപ്പോൾ എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയാലോ? സമയമായില്ലേ? காலேஜ் லைஃப் ஒரு லைஃப் தான். ஹாஸ்டல் ஜாயின். ചേച്ചി നമസ്കാരം. ഞാൻ ഈ കോളേജിലെ ക്ലർക്കാണ്. VK എന്നാ പേര്. നിങ്ങൾ മലയാളികളായോണ്ട് പറയുന്നതാണ്. ഇവിടുത്തെ കോളേജിലെ ഹോസ്റ്റൽ അത്ര പോരെ. ഭയങ്കര കള്ളൂടിയും കഞ്ചാവൂലിയും അടിപിടിയും അരപ്പാടിയും. അയ്യോ നിങ്ങൾ പഠിക്കണ്ട. ഇവിടെ അടുത്ത് VK എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലുണ്ട്. അവിടെ ഫുൾ സ്ട്രിക്റ്റ് ആണ്. മലയാളി ഫുഡാണ്. ഞാനവിടെ ഫുൾ ടൈം കാണുമല്ലോ. പുറത്തൊക്കെ ആണെ കാശ് കൂടത്തില്ലേ? അയ്യോ ഇല്ല, ഇവിടത്തേക്കാൾ കുറവാ. ഭയങ്കര വരിയാണ് കേട്ടാ. ഒന്ന് കണ്ടു പഠിച്ചേ. ഇവിടെ തന്നെ. ഓ ശരി സാർ. இந்த மாதிரி அனுபவம் உங்களுக்கு இருக்கா? எனக்கெல்லாம் இல்லை. ചേച്ചി ഒന്നും പേടിക്കണ്ട. നല്ല അന്തസ്സുള്ള സ്ഥലത്തല്ലേ കേട്ടോ. ആ അറിയാം, മോൻ എപ്പോഴും പറയാറുണ്ട്. മോഹൻക്കല്ലേ അമ്മ? നമുക്ക് ഇറങ്ങാം, ട്രെയിനിന് സമയമായി. അമ്മ ട്രെയിൻ കയറിട്ട് വിളിക്കട്ടാ. മോനെ ഇതും കൂടെ വെച്ചു. ചേച്ചി ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇവിടെ ക്ലീനിങ്ങിലാണ്. അപ്പൊ അയാൾക്ക് കൊടുക്കുക 1000. അങ്ങനെ ഉണ്ട്, അങ്ങനെയുള്ളതാ. ശരി ചേച്ചി, ബൈ. മോനെ കൈ ഇടം വന്ന് കയറിയല്ലോ, സമയമുണ്ടല്ലോ. അതെന്റെ ചോദ്യം ഇടാ. പിന്നെ ബാംഗ്ലൂർ വന്നിട്ട് 2 അടിക്കാതെ എങ്ങനെടാ കിടന്നു? യൂണിഫോം കാ ഒന്ന് പോരാ. മലയാളി ശാന്തികുമാരൻ. എന്റെ അടിച്ചടിയ
അവര് പറഞ്ഞ പോലെ ചെയ്താ പറയുന്നത്. അവന്മാര് പറഞ്ഞായിട്ട് ഞാൻ ചെയ്ത് പാട്ട് പാടാൻ പറഞ്ഞപ്പോ പാട്ട് പാടി എന്നിട്ടും അടിച്ചു. കേസ് കൊടുക്കേണ്ട പരിപാടിയല്ലേ ഇത്? ആരാ മറ്റേ കുക്കിംഗ് അവന്മാരടിയ അവന്മാര് ഇവിടുത്തെ വലിയ എന്തോ ആണ്. നിനക്കൊക്കെ ഇവിടുന്ന് മര്യാദയ്ക്ക് പഠിച്ചിറങ്ങണം. എന്നാ കിട്ടി അടിയും പഠിച്ചോണ്ട് മിണ്ടായിരുന്നു. ഇന്ന് അവന് കിട്ടി, നാളെ നമുക്ക് കിട്ടും. അപ്പോഴും അല്ല, ഈ കിട്ടാനുള്ളത് കിട്ടിയെങ്കിൽ സമാധാനമായിട്ട് കോളേജിൽ പോയിരുന്നു. ഈ സീനിയേഴ്സിന്റെ ഏറ്റവും വലിയ ധൈര്യം എന്താണെന്ന് അറിയാമോ? അവന്മാര് 2-3 വർഷമായിട്ട് ഒരുമിച്ചുള്ളതുകൊണ്ട് അവന്മാര് തമ്മിലൊരു ബന്ധമുണ്ട്. ഈ ജൂനിയേഴ്സ് പല സ്ഥലത്തു നിന്ന് വരുന്നവരായതുകൊണ്ട് അവർക്ക് ആ ബന്ധം ഇല്ല. പക്ഷെ ഇവിടെ നമ്മൾ 22 പേരും സെറ്റാണ്. നമ്മൾ ഒരുമിച്ച് നിന്ന അവന്മാരെ കാട്ടി വലിയ ഗ്യാങ്ങുമാണ്. ആ സൂപ്പർ. നിനക്ക് നേരത്തെ പറഞ്ഞുണ്ടായിരുന്ന അവന്മാരെ അടി വെറുതെ വാങ്ങിച്ചു കോട്ട. കിട്ടിയത് കിട്ടി കോട്ടെ. അല്ല, നീ ഏത് പാട്ടാ പാടിയേ? നേടാൻ പറ്റിയ മാറ്റി. അല്ല, നീ എന്താ പറഞ്ഞിരുന്നല്ലോ? നാളെ മുതൽ നമ്മൾ 22 പേര് ഒരൊറ്റ ഗ്യാങ്, ഒരുത്തനെ പേടിക്കാൻ പോലുള്ള. கொழுப்பா பாரு. തോന്നുന്നു അമരന്റെ പേര് വെച്ചു. ഞാൻ പറഞ്ഞു നീ ഇവിടെ ഇല്ലേ. എടാ, നിനക്കാ പേരങ്ങ് പറഞ്ഞാ പോരായിരുന്നു. എന്തുവാ ശാന്തരെന്നോ? ഒന്ന് പോടാ. എടാ, നിനക്ക് എന്താ? എനിക്കെന്താ? എടാ, നീ അല്ലടാ ഇന്നലെ പറഞ്ഞ നമ്മൾ 22 പേരുണ്ട്, വലിയ ഗ്യാങ്ങാണ്, അവന്മാര് ഒന്ന് ഒറ്റക്കെട്ടാണ്ടിരിക്കണമെന്നൊക്കെ എന്നും പറഞ്ഞോണ്ട് ആവശ്യമില്ലാത്ത വള്ളി മൊത്തം കുടിച്ചോണ്ടിരുന്ന ഞാൻ എടുത്ത് പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ പേടിക്കണ്ട. അവന്മാർക്ക് ഹോസ്റ്റലൊന്നും അറിയത്തില്ല. അവന്മാർ ഇങ്ങോട്ട് വരാനും പോകുന്നില്ല. അവന്മാരെന്തോന്നല്ല വരുന്നത്. ഭൂമിയോട്ട് വാ. എന്തിന്? ഞാനൊന്നും വരുന്നില്ല. പറയുന്നത് കേട്ടാ മതി. ഇല്ല, പറഞ്ഞത് കേട്ടാ മതി. ചേട്ടാ, സീനിയർ അടക്കം കോളേജ്, ഇത് ഹോസ്റ്റലാണ്. നിങ്ങൾ ചെല്ലാൻ That is gang power. ഞാൻ എപ്പോഴും അതാണ് കുട്ടി. ഒടുവില സമയം വന്ന തിരിക്കും. നമ്മളെല്ലാവരും ഒരു ഗ്യാങ് ആയിട്ട് നിൽക്കേണ്ട സമയം. എന്തായാലും അവന്മാരെ. പക്ഷെ ഇന്നത്തെ രാത്രി നമ്മൾ അതിജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരുത്തരും നമ്മളെ തൊഴില്ല. ഒന്നയച്ച് പോടാ. ആ കുട്ടിയെടുത്ത് ഞാൻ എടുത്താണ് ഉടക്കിയിരിക്കുന്നത്. എല്ലാരും അവന്മാര് പിടിച്ചിരിക്കും. ആരായാലും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നീക്കും. നിങ്ങളെല്ലാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് പോയി കിട്ടി വാങ്ങിച്ചാൽ എനിക്ക് കിട്ടാളെല്ലാം കിട്ടിയിട്ടുണ്ട്. പിടി വേണ്ടാത്തവന്മാരൊക്കെ എന്റെ കൂടെ കേട്ടോ.
ആൾ ദ ബെസ്റ്റാ. 18. 18 ഒരു ചെറിയ നമ്പറല്ല. നമ്മളവന്മാരെ നേരിടും. അതിന് ആയുധങ്ങളോ കണ്ണി കാണുന്ന കമ്പപ്പടി എല്ലായിടത്തും. ടൂൾസിന് ഒരു കുറവും പാടില്ല. അടിയെങ്കിൽ അടി. മാപ്പ് കൊച്ചി. ഇവിടെ ഒരേ കൂട്ടിയിട്ട് പോസ്റ്റ് കത്തിക്കും. അല്ല സേഫ്റ്റിക്ക്. സേഫ്റ്റി ഇത് വാങ്ങുമല്ലോ ഇത്. അല്ല സീനിയേഴ്സ് അവന്മാരെ അടിക്കാൻ വരുന്നുണ്ട്. ಯಾರತ್ರ ನನ್ನ ബാംഗ്ലൂരു ഇവിടെ 10-36 കൊല്ലം ഞാൻ ഇവിടെ വന്നിട്ട് അത്യാവശ്യം ചെറിയ സെറ്റപ്പൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്റെ നെഞ്ചത്തി ഓട്ടാ നിങ്ങളെ ഒന്നും ചെയ്യും. അത് മതി കേട്ടോ. ഒന്നും പഠിക്കാനില്ല. ധൈര്യമായിട്ടിരിക്കും കേട്ടോ. എല്ലാം ഓക്കെ അല്ലേ? ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഓൾ ക്ലിയർ. ഓവർ ഓവർ. ഇല്ലടാ. എടാ എല്ലാം ക്ലിയർ ആടാ. ഓവർ. അയ്യോ കൊച്ചി. അയ്യോ ഞാൻ ഹാസ്റ്റൽ വാടനാ. നീ ഉൾപ്പൊക്കെ ഇരിക്കോ? പോവാ. நீங்களே ஆள் வந்தா சொல்லுங்க. ஆனா படுத்து தூங்கிட்டு ஐயோ നിനക്കെന്താ പേടിയും വേദനയൊന്നും ഇല്ലേ? നീ എന്താ കരയാത്തെ? അവന്മാര് കൊല്ലൊന്നുമില്ലല്ലോ. ഇല്ലായിരിക്കുമല്ലേ? ஐயோ
കക്കൂസില. അയ്യോ അയ്യോ സമ്മ. നീ കരഞ്ഞായിരുന്നോ? கேங்கன்னு கூட்டு வந்து இங்க நிப்பாட்டிட்டாரு. ചേട്ടാ ചേട്ടാ ചെയ്യണതല്ലേ എന്നെ വിട്ടേ. ചേട്ടാ മോറിങ്ങിട്ടെ. போச்சு போச்சு போச்சு. ஐயோ 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 ஐயோ. ഇനി മുതൽ എന്ത് പ്രശ്നമുണ്ടായാലും ഈ കുട്ടിയാട്ടിലുണ്ടാവും. കോളേജിൽ നിങ്ങൾ ഒരുത്തനും ഒന്നും ചെയ്യില്ല. ചേഴ്സ്. എടുത്ത് കഴിക്കണങ്ങള്. ഇനി മുതൽ കുട്ടിയാട്ടിന്റെ പിള്ളേരെ നിങ്ങള്. ஐயோ சொல்லி சொல்லி നീ എവിടെയായിരുന്നടാ? ഞാൻ എന്തോരം പ്രാവശ്യം വിളിച്ച് അജുനെ ശാന്തനെ ഒക്കെ വിളിച്ച് ആരും ഫോൺ എടുക്കുന്നില്ല. ഇവിടെ ചെറിയ നെറ്റ്വർക്കിന് പ്രശ്നം ഉണ്ടായിരുന്നു. മോന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലമ്മ കുഴപ്പമൊന്നുമില്ല. എന്തുണ്ടെങ്കിലും അമ്മയോട് പറയണേ മോനെ. ഓ ഹാപ്പി അല്ലേ? எந்த ஒரு பிரச்சனையா இருந்தாலும் வீட்டுல சொல்லிருங்க. എന്റെ അമ്മ പോലും എന്നെ തല്ലിയിട്ടില്ല. ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാ മതി. പിന്നെ അവന്മാരെ തിരിച്ചടിക്കണ്ടേ? തിരിച്ചടിക്കാൻ എന്തിന്? അതിന് നമ്മളെല്ലാം കോംപ്രമൈസ് ആയല്ലോ. ഇന്നലെ കുട്ടിയായിട്ടായിട്ടിരുന്ന് വെള്ളം അടിച്ചു. ഇപ്പൊ ആരെയും പഠിക്കാതെ കോളേജിൽ പോയല്ലേ അല്ലേ? നീയൊക്കെ കൂടെ നിന്നാലും ഇല്ലേ ഞാൻ അവന്മാരെ തിരിച്ചടിക്കും. ഈ കരിക്ക് വിളിക്കണം. പിന്നെ 2 ദിവസം മുണ്ടില്ലാണെന്ന് അടിയുണ്ടെന്ന് ഓർമ്മയില്ലേ? ഇനി എങ്ങനെ അടിക്കണമെന്ന് നീ പറയുന്നത്? എടാ എന്റെ ചേട്ടന്മാരത്ത് പറഞ്ഞ രാത്രിക്ക് രാത്രി അവന്മാരും തല്ലിട്ട് പോകും. ആ തല്ലിട്ട് പോവും. എന്നിട്ട് അടുത്ത ദിവസം ഇതേ കണക്ക് അവിടെ കൊണ്ടിട്ട് മുണ്ടിലായിട്ട് അടിക്കുവന്മാര്. ചേട്ടന്മാരെ കൊണ്ടല്ല, നമ്മൾ ഇവിടെ ഒരു സപ്പോർട്ട് ഉണ്ടാക്കിയെടുക്കും. ഒരു ലോക്കൽ സപ്പോർട്ട്. ലോക്കൽ സപ്പോർട്ട്. ആ ഒരു കാര്യം ചെയ്യാം. നമുക്ക് നാളെ ഒരു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നല്ല സുഹൃത്തുക്കളെ ഞങ്ങൾക്ക് ലോക്കൽ സപ്പോർട്ടുള്ള ഒരു 10 പേര് ഇങ്ങനെ പറഞ്ഞാലേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ലോക്കൽ സപ്പോർട്ട് ഉണ്ടാക്കുകയും ചെയ്യും, അവന്മാരെ തിരിച്ചടിക്കുകയും ചെയ്യും. ഞാനും അടിക്കും. ഓ നീ അത് ഐഡിയ പറ. അത് ഞാൻ 4 കിട്ടും. എന്താ ഇനി മുതൽ നമ്മൾ ഡെയിലി ബാറുകളിൽ കയറി അടിക്കാൻ പോകും. ആഹാ അത് കൊള്ളാം. അത് നല്ല ഐഡിയ. എന്തോ ഇതുപോലുള്ള ബാറുകളിലാണ് ഈ ലോക്കൽസ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഡെയിലി വരുവാണെങ്കിൽ അവരോട് ഈസിയായിട്ട് കമ്പനി ആവും. ഇതാണോ നിന്റെ പ്ലാൻ? നിന്റെ അടുത്ത് വേറെ വല്ല ഐഡിയ? ഈ പ്ലാൻ എന്താ കുഴപ്പം? ഇത് നല്ല പ്ലാനാണ്.
വരുന്ന സ്ഥലം. ഇതിന്റെ ഓണർ അത്യാവശ്യം കിടിലമാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് ഇന്ന് മുതൽ പുള്ളിയാണ് നമ്മുടെ ഫോക്കസ്. ഇനി അങ്ങോട്ട് ഇവിടുന്നാണ് നമ്മുടെ വെള്ളം. ஆள் தேடி அலைஞ்சுக்கிட்டு இருக்காங்க, ஏதாச்சும் ஒரு பெரிய டானை பிடிச்சிடலாம் அப்படின்ட்டு. അതാ ഞാൻ പറഞ്ഞത്. പെട്ടെന്നുള്ളത് ടൈപ്പാന്ന് തോന്നുന്നില്ലല്ലോ. നീ വന്നേ, നമുക്ക് സത്യം. ஐயோ, சூப்பர் சூப்பர் சூப்பர். காலேஜ்னா வந்து பார்த்தீங்கன்னா இப்படி தான் இருக்கும் அப்படிங்கிற மாதிரி வந்து காமிச்சிருந்தாங்க. காலேஜில் வந்து பார்த்தீங்கன்னா ராக்கிங் வந்து எப்பயுமே வந்து இருக்கும். இல்லைன்னு தான் சொல்லுவாங்க, பார்த்தீங்கன்னா எப்பயுமே வந்து இருக்கும். அதோட பேஸ் பண்ணி வந்து பார்த்தீங்கன்னா இந்த மூவி வந்து பார்த்தீங்கன்னா ஸ்டார்ட் வந்து பண்ணியிருக்காங்க. இன்னும் வந்து பார்த்தீங்கன்னா ஃபர்ஸ்ட் சீனில் வந்து பார்த்தீங்கன்னா நம்ம ஃபாஃபா வந்து பார்த்தீங்கன்னா வந்து வரவே இல்லை. நெக்ஸ்ட் சீனில் வராரா என்னன்னு சொல்லிட்டு நம்ம நெக்ஸ்ட் வீடியோவில் பார்ப்போம். காலேஜில் வந்து பார்த்தீங்கன்னா வந்து அவங்கள வந்து ரேங்க் பண்ணி அவங்கள போட்டு அடி வெளுன்னு வெளுத்துட்டாங்க. அவங்கள வந்து ரிவெஞ்ச் எடுக்கணும் அப்படின்னு சொல்லிட்டு வந்து பார்த்தீங்கன்னா ஒவ்வொரு ஒயின் ஷாப் ஒவ்வொரு பாரா போய் வந்து பார்த்தீங்கன்னா வந்து தேடிக்கிட்டு இருக்காங்க. நான் ஒரு பெரிய ரவுடி வந்து கரெக்ட் பண்ணி அவங்கள வச்சு அவங்கள அட்டாக் பண்ணும் அப்படின்னு சொல்லிட்டு ஒவ்வொரு இதாக தேடிட்டு இருக்காங்க. அதுலேயும் வந்து பார்த்தீங்கன்னா அவங்க ஃப்ரெண்டு தான் பார்த்தீங்கன்னா ஹைலைட்டு. சின்ன சின்ன விஷயத்துக்கு வந்து பார்த்தீங்கன்னா அவரோட ரியாக்ஷன் வந்து நல்லா இருந்துச்சு, சூப்பர். ஓகே, இந்த வீடியோ வந்து கண்டிப்பாக உங்களுக்கு பிடிக்கும்னு நினைக்கிறேன். பிடிச்சிருந்தா மறக்காம இந்த ஒரு தம்ஸ் அப் வந்து பண்ணிட்டு கண்டிப்பாக சப்ஸ்கிரைப் பண்ணாமல் நீங்கள் பார்த்துக்கிறீங்கன்னா கண்டிப்பாக சப்ஸ்கிரைப் பண்ணி சப்போர்ட் பண்ணுங்கள். இது போல் நல்ல வீடியோவில் நம்ம நெக்ஸ்ட் சந்திப்போம். பாய்.